ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സൂര്യ ഇനി കുടിക്കാൻ ഒരുങ്ങണം കേട്ടോ. ഇനി മനസ്സമാധാനത്തോടു കൂടി താനൊന്ന് കുടിക്കാം. കാരണം നന്ദിനി പോയില്ലല്ലോ. നന്ദിനി പോവാത്തത് കൊണ്ട് സ്വസ്ഥമായി കുടിക്കാം എന്ന് കരുതി സൂര്യ മദ്യക്കുപ്പി എടുത്ത് കുടിക്കാൻ ഒരുങ്ങുമ്പോഴാണ് കേട്ടോ നന്ദിനിയുടെ കയറി വരവ്. അയ്യോ സാറെന്താ ഈ കാണിക്കുന്നത്? അത് കേട്ടോടെ തന്നെ എന്താടോ ഞാൻ കാണിച്ചത്? അതെ ആ മദ്യങ്ങ് തന്നെ എന്ന് പറഞ്ഞിട്ട് മദ്യങ്ങ് പിടിച്ചു വലിക്കാൻ കേട്ടോ. ഇതോടുകൂടി സൂര്യക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ്. സൂര്യ പറയണേ, നീ എന്താടോ ഈ കാണിക്കുന്നത്? ഞാൻ എന്ത് കാണിച്ചു എന്നാ സാറ് പറയുന്നത്? അതെ ആ മദ്യങ്ങ് തന്നെ, ഇനിയെങ്കിലും ഞാൻ കുറച്ചൊരു തുള്ളി വെള്ളം കുടിക്കട്ടെ. അതൊന്നും ഇവിടെ നടക്കത്തില്ല. അത് കേട്ടോടുന്നുണ്ട്. എന്തുകൊണ്ട് നടക്കത്തില്ല സാറേ? ഇവിടെ ഒരാൾക്ക് വയ്യാതെ കിടക്കുകയാണ്. അതെന്നെ സംബന്ധിച്ച് യാതൊരുവിധ പ്രശ്നവുമല്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് കുടിക്കണം. നാളെ അവൾ വിളിക്കല്ലേ, പിന്നെ ഇപ്പം എന്താ ഞാൻ കുടിച്ചാൽ? അത് കേട്ടോട് തന്നെ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല സാറേ. ഇപ്പോൾ സാറ് കുടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. സാറിന് ഞാൻ അതിനുള്ള അനുമതി നൽകില്ല. അതിന് തൻ്റെ അനുമതി എനിക്കെന്തിനാ? എനിക്ക് കുടിക്കാൻ എനിക്ക് എൻ്റെ അനുമതി മതി. എൻ്റെ ഡാഡി പറഞ്ഞിട്ട് പോലും ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സാറിനോട് ഞാൻ പറഞ്ഞത്. സാറിപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പേ സാറിൻ്റെ അമ്മയോട് എന്താ പറഞ്ഞത്? എൻ്റെ ഭാര്യ വീട് വിട്ടുപോയി എന്നല്ലേ പറഞ്ഞത്? എൻ്റെ ഭാര്യയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത് നിങ്ങളാണെന്നൊക്കെ അല്ലേ പറഞ്ഞത്? അപ്പോൾ സാറിൻ്റെ ഭാര്യയല്ലേ ഞാൻ? സാറിൻ്റെ ഭാര്യ പറഞ്ഞ സാറ് കേൾക്കണ്ടേ? നന്ദിനി, നീ നിൻ്റെ വേലത്തരം നിർത്തുന്നുണ്ടോ? ഇല്ല, നിർത്തുന്നില്ല. ഇനി എന്തായാലും നിങ്ങൾ മദ്യപിക്കില്ല. എനിക്ക് സുഖമില്ലാതായപ്പോൾ നിങ്ങൾ മദ്യപിച്ചില്ലല്ലോ. അതുപോലെ 4-5 ദിവസം നിങ്ങൾ അങ്ങനെ കിടന്നില്ലേ? എന്തിന്? ഭിക്ഷാടനം പോലും ചെയ്യാനുള്ള അത്രയും വലിയ ത്യാഗം നിങ്ങൾ ചെയ്തില്ലേ? അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയുന്നത് നിങ്ങളങ്ങ് കേട്ടാൽ മതി. നന്ദിനി, മനുഷ്യനെ ഒരുമാതിരി ദേഷ്യം പിടിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യരുത് കേട്ടോ. ഞാൻ എന്ത് ദേഷ്യമാണ് പിടിപ്പിച്ചത്? ഒരു ദേഷ്യവും ഞാൻ നിന്നെ പിടിപ്പിച്ചിട്ടില്ല എൻ്റെ സൂര്യ സാറേ. സാറ് മദ്യപിക്കില്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. കാരണം സാറിനെ മദ്യപിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയട്ടോ. ഇതങ്ങ് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ സൂര്യ പറയണം, നന്ദിനി നീ നിർത്തുന്നുണ്ടോ? ഇല്ല, നിർത്തുന്നില്ല. സാർ ഒരു കാര്യം ചിന്തിക്കണം. ഞാൻ സാറിൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഭാര്യയായ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്തിനാ യതീന്ദ്രൻ സാറ്? എന്തിനാ? അതെ, സൂര്യ സാറിനെ നന്നാക്കിയെടുക്കാൻ. സൂര്യ സാർ ഒരിക്കലും മദ്യപിക്കരുത്. തൻ്റെ മകൻ നല്ലൊരു നിലയിലെത്തണം. ഇങ്ങനെയൊക്കെ ഒരു ലെവലിലാണ്. അപ്പോൾ സൂര്യ സാർ ഒരു കാര്യം ചിന്തിക്കണം. സൂര്യ സാറിൻ്റെ ഭാര്യയായ ഞാൻ പറയുന്നത് സാറ് കേൾക്കണമെന്ന് പറയട്ടോ. നീയൊന്ന് പോയി നന്ദിനി, നീയൊന്നും മിണ്ടാതിരുന്നേ. അല്ല, യതീന്ദ്രൻ സാറിൻ്റെ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ആ മനുഷ്യൻ ജീവന് തുല്യമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. നിങ്ങളൊരു നല്ല നിലയ്ക്ക് എത്താനും നല്ല നിലയ്ക്ക് നിങ്ങൾ ഓൾറെഡി എത്തിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ കോടാനുകോടിക്ക് സ്വത്തിൻ്റെ ഉടമയുമാണ്. എല്ലാം കൊണ്ട് നിങ്ങളെ കൊണ്ട് സൗഭാഗ്യങ്ങളാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ അച്ഛന് മനസ്സമാധാനമില്ല. കാരണം ഒരു കുടിക്കുന്ന മകൻ, കുടിച്ച് ലക്ക് കെട്ട് കിടക്കുന്ന മകൻ, അങ്ങനെയൊക്കെയല്ലേ നാട്ടിലെ ആളുകൾ പറയത്തുള്ളൂ. അപ്പോൾ ആ പേര് ഒഴിവാക്കാൻ ഈ പറയുന്നത് പോലെ തന്നെ സാറ് കുടിക്കരുത്. എന്നിട്ട് സാർ എല്ലാ കാര്യങ്ങളിൽ നല്ല ഉഷാറായി നിന്ന് ഇപ്പോൾ പെരുമാറുന്നത് പോലെ സാറ് പെരുമാറണം. നന്ദിനി, നീ എന്താ ഈ പറയുന്നത്? നീ ഇപ്പം എൻ്റെ ഭാര്യയായി എന്നെ നീ നിലക്ക് നിർത്തുകയാണോ? അങ്ങനെയെങ്കിൽ അങ്ങനെ കൂട്ടിക്കോ സാറേ. സാറൊരു കാര്യം ചിന്തിക്കണം. ഒരു റൂമിലിരുന്ന് ഒരാൾ മാത്രം കുടിച്ചാൽ അത് ശരിയാവോ? അത് പിന്നെ അങ്ങനെ ശരിയാവത്തുള്ളൂ. ഒരു റൂമിൽ 2 പേരും കുടിച്ചു കഴിഞ്ഞാൽ ആ റൂമിൽ 2 പേർക്കും കിടക്കാൻ പറ്റത്തില്ല. അത് നീ മനസ്സിലാക്കണം. ഒരു റൂമിൽ ഒരാൾ മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. അതിലാണ് കാര്യം. അത് നീ മനസ്സിലാക്കണം. അപ്പോൾ മറ്റേ ആൾ സഹകരിച്ചു പോവും. ഓ, അങ്ങനെ നടക്കത്തില്ല. ഇനി ഞാൻ പറയുന്നത് ഇനി നടക്കത്തുള്ളൂ. സാറിന് മദ്യക്കുപ്പി തന്നെ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചിട്ട് സാറ് ഇനി മദ്യം കൈകൊണ്ട് തൊട്ടാലുണ്ടല്ലോ. തൊട്ടാലെന്താ ചെയ്യുക? ഞാനതങ്ങ് എടുത്ത് കുടിക്കും. ഞാനും സാറ് കുടിക്കുന്നത് പോലെ കുടിക്കും. നന്ദിനി, നീ എന്നെ വെറുതെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചതൊന്നുമല്ല. നീ മദ്യം തൊടുക, അതിൻ്റെ മണം കേട്ടാൽ തന്നെ നിനക്ക് പറ്റത്തില്ലല്ലോ. അതൊന്നും എന്നെ സംബന്ധിക്കുന്ന പ്രശ്നമല്ല. നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഞാനും കുടിക്കും. ഇനി അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ. 2 പേരും മദ്യം കുടിച്ച് അതോടുകൂടി ഇപ്പോൾ ഈ വീട്ടിൽ പിന്നെ എന്താ ഉണ്ടാവുക എന്ന് സാറൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ സൂര്യയുടെ കയ്യിൽ നിന്നും ആ മദ്യം വലിച്ച് നന്ദിനി പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. ഇതേ സമയം സൂര്യക്ക് ഇതെന്തപ്പോൾ ഇങ്ങനെ? സത്യത്തിൽ എന്തപ്പോൾ ഇവിടെ സംഭവിച്ചത്? ഞാൻ അവളോട് അവളുടെ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞപ്പോൾ അവളിപ്പോൾ പഴയതുപോലെ ആയില്ലല്ലോ. പഴയതിനേക്കാൾ ഒന്നും കൂടി പഴയതിനേക്കാൾ 10 ഇരട്ടി 10 മടങ്ങ് തിരികെ വന്ന പോലെ അവളിപ്പോൾ എന്നെ ഭരിക്കുകയാണല്ലോ. എന്തപ്പോൾ എൻ്റെ നേർക്ക് വരുന്നത്? അവളെന്തിനാ എന്നോട് മദ്യപിക്കണ്ട എന്ന് പറയുന്നത്? അയ്യോ ഈശ്വര, ഇനിയിപ്പോൾ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് അവൾ എൻ്റെ ഭാര്യയുടെ സ്ഥാനം തന്നെ അങ്ങ് എടുക്കുകയാണോ? ഭാര്യ പദവിയിൽ നിന്ന് എന്നെ ഇനി ചൊൽപ്പടിക്ക് നിർത്തുകയാണോ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ സിഗരറ്റ് വലിച്ച്
സൂര്യ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം നന്ദിനിയാണെങ്കിലോ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി സാർ ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ട്. യതീന്ദ്രൻ സാറും അതെ, അതുപോലെ തന്നെ സൂര്യ സാറും അതെ. എൻ്റെ ജീവൻ തിരികെ കിട്ടാൻ സൂര്യ സാറാണ്. രണ്ടാം ജന്മമാണ് എൻ്റെ ജന്മം. എനിക്ക് ഈ ജീവൻ തന്നത് തന്നെ സൂര്യ സാറാണ്. എനിക്ക് വേണ്ടി എത്രയും കോടീശ്വരൻ്റെ മകനായ സ്വത്തുക്കളുടെ ഉടമയായ ആ മനുഷ്യൻ എനിക്ക് വേണ്ടി എന്താ ചെയ്തിരിക്കുന്നത്? ഒരു ഭിക്ഷ യാചിച്ചിരിക്കില്ല. അപ്പോൾ ആ മനുഷ്യന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ആ മനുഷ്യൻ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. മനുഷ്യൻ കുടിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാം നഷ്ടപ്പെടുകയാണെന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഒരു തീരുമാനം എടുക്കുകയാണ്. സൂര്യ സാറിനെ നന്നാക്കേണ്ടത് എൻ്റെയും കൂടി ഡ്യൂട്ടിയാണ്. മാത്രമല്ല യതീന്ദ്രൻ സാറ് എന്തൊക്കെയെല്ലാം കടമകളാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അങ്ങനെയുള്ള യതീന്ദ്രൻ സാറിനെയും ഞാൻ വിഷമിപ്പിക്കാൻ പാടില്ല. അപ്പോൾ യതീന്ദ്രൻ സാറിനും മകൻ നന്നായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ താനൂരമ്മേ, ഞാനൊരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുന്നു. സൂര്യ സാറ് കുടിക്കുകയാണെങ്കിൽ ഞാനും കുടിക്കും. അങ്ങനെയെങ്കിലും സൂര്യ സാറൊന്ന് കുടി നിർത്തിയെങ്കിലും ഇനി അതേ ശരിയാവത്തുള്ളൂ. അപ്പോൾ അതിങ്ങനെ തനിയെ നിന്ന് നന്ദിനി പറയാണ് കേട്ടോ. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള മദ്യക്കുപ്പി അങ്ങ് അവിടെ താഴെ ഇട്ട് പൊട്ടിക്കുകയാണ്. ഇപ്പുറത്താണെങ്കിലോ സൂര്യ, ഈശ്വര, ഇനി അവളുടെ ഭരണമായിരിക്കുമോ? അവളിപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും മദ്യമൊക്കെ മേടിക്കാനുള്ള ധൈര്യം അവൾക്ക് എങ്ങനെ വന്നു? എൻ്റെ അരികത്ത് പോലും വരാത്തൊരാളായിരുന്നു. ഇപ്പോൾ അവൾ എൻ്റെ ശബ്ദത്തിന് പേടിയില്ല, ഞാൻ ഒച്ചയെടുത്താൽ പേടിയില്ല, ഒന്നിനെ അവൾക്ക് പേടിയില്ല. എന്ത് ഇതോടുകൂടിയാണ് അവൾ എന്നോട് പെരുമാറുന്നത്? ഒരു റെസ്പെക്റ്റും അവളിപ്പോൾ എനിക്ക് തരുന്നില്ലല്ലോ. എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ സൂര്യയും തനിയെ നിന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവളുടെ ഈ രണ്ടാമത്തെ മടങ്ങി വരവ് അത് എന്നോട് വാശി തീറായി അങ്ങനെയൊന്നും നന്ദിനി ചെയ്യില്ല. ഇനിയിപ്പോൾ എന്താ സംഭവിച്ചത് എന്നിങ്ങനെ സൂര്യ പലവട്ടങ്ങളായി തന്നോട് ചോദിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ നന്ദിനി ഇത് തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നന്ദിനി ചിന്തിക്കുന്നത് കണ്ടിട്ട് യതീന്ദ്രൻ അങ്ങോട്ടേക്ക് വരിക. എന്താ മോളെ, ഈ രാത്രി നിലാവെളിച്ചം കൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ചെറിയ മഞ്ഞൊക്കെ ഉണ്ട്, മാത്രമല്ല മഴക്കാറും വരുന്നുണ്ട്. എന്താ എൻ്റെ മോൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കുന്നത്? അത് സാർ, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചതാ. എന്ത് കാര്യം? സൂര്യൻ നിന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞതിനെക്കുറിച്ചോ? അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. നീ അങ്ങനെ ഇറങ്ങിപ്പോവാൻ പറഞ്ഞപ്പോൾ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ പത്മക്കോ പിന്നെ പറയാനില്ല, അതിമ കയറി അങ്ങ് പിടിക്കും. പിന്നീട് സൂര്യക്ക് വെളിവ് വരെ പിന്നീട് അവൻ തിരിച്ചു കൊണ്ടുവരാൻ നോക്കുമ്പോൾ അത് ഒരുപക്ഷെ ഈ വീട്ടിലോട്ട് നിനക്ക് കയറാനുള്ള അനുമതി നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് നീ എടുത്ത തീരുമാനമാണ് നല്ലത്. നീ നല്ല പക്വതയോടുകൂടി കാര്യങ്ങൾ ചെയ്തു. ഇങ്ങനെ വേണം കേട്ടോ. ഇനി അവന് ലക്ക് കെട്ട് വരുന്നവനല്ലേ, കുടിച്ച് ബോധമില്ലാതെ നടക്കുന്ന അവന് വാക്കുകൾക്കൊരു സ്ഥിരതയില്ലാത്തവനല്ലേ, അതും നിനക്കറിയുന്നതല്ലേ. എനിക്കറിയാം യതീന്ദ്രൻ സാറേ. അപ്പം അതുകൊണ്ട് അവൻ പറയുന്ന വാക്ക് കേട്ട് നീ വീട് വിട്ട് ഇറങ്ങരുത് കേട്ടോ. ഇല്ല സാറേ, ഞാൻ ഒരിക്കലും ഇറങ്ങില്ല. കാരണം ഈ പറയുന്ന സൂര്യ സാറിനെ മദ്യപിക്കാത്ത ഒരാളായി കയ്യിൽ തരിക എന്നുള്ളത് എന്നോട് പറഞ്ഞൊരു കരാറാണ് യതീന്ദ്രൻ സാറ്. അപ്പോൾ ആ കരാർ എനിക്ക് തെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എന്തായാലും ആ കരാറിൽ തന്നെ ഇവിടെ നിൽക്കുകയാണ്. സൂര്യ സാറ് ഇനി ഒരിക്കലും മദ്യം കൈകൊണ്ട് തൊടാത്ത വിധത്തിൽ ആക്കിയതിന് ശേഷമാണ് ഞാനിവിടെ നിന്നും പോകത്തുള്ളൂ എന്ന് പറയാം കേട്ടോ. ഈ സമയം യതീന്ദ്രൻ പറയണം, അങ്ങനെയൊന്നും ഒരിക്കലും പറയില്ല മോളെ, ഇത് നിൻ്റെ വീടാണ്. സൂര്യ നിൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയാണ് ആ കിടക്കുന്നത്. അപ്പം നീയാണ് ഈ വീട്ടിലെ മരുമകൾ. അതാണ് നീ ചിന്തിക്കുന്നത്. അല്ലാതെ കണ്ട് ഇനി പോവുക എന്നുള്ള ചിന്ത ഇനി നിൻ്റെ മനസ്സിൽ പാടില്ല. അപ്പോൾ നന്ദിനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷെ തൻ്റെ മനസ്സ് മറ്റുള്ളവരോട് അങ്ങനെ പറയാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ. സൂര്യയെ പിരിയാൻ പറ്റത്തില്ല എന്ന് മറ്റുള്ളവരോട് പറയാൻ തനിക്ക് കഴിയുന്നില്ല. ആ ഒരു നാണക്കേട് കൊണ്ട് നന്ദിനി ഇങ്ങനെ പതിയെ ഇത് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഉടൻ തന്നെ യതീന്ദ്രൻ പറയണം, ഇനി എന്തായാലും മോളുടേതായ തീരുമാനങ്ങൾ എടുത്തോ, ഈ ഡാഡി നിനക്കൊപ്പം ഉണ്ടാവും എന്ന് പറയട്ടോ. അപ്പോൾ ഈ സമയം നന്ദിനിയാണെങ്കിലോ, എൻ്റെ താനൂരമ്മേ, ഇനി എനിക്ക് തെറ്റ് ചെയ്യേണ്ടടുത്ത് തെറ്റ് തന്നെ ചെയ്യണം. എങ്കിലാണ് സൂര്യ സാർ നല്ലൊരു വ്യക്തിയായി മാറുള്ളൂ. അതുകൊണ്ട് എൻ്റെ താനൂരമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇനി സൂര്യ സാർ മദ്യം കുടിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഇനി അത് ചെയ്തിരിക്കുമെന്ന് പറയാനട്ടോ. അപ്പോൾ നല്ല കിടുക്കൻ സീനാണ്. ഇനി ഇവരുടെ റൊമാൻസ് വരുന്ന ആ ഒരു സീൻ തന്നെയാണ് കേട്ടോ. പ്രണയം രണ്ടുപേരുടെയും ഉള്ളിലുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കാൻ വയ്യ. നന്ദിനിയുടെ പ്രണയം പുറത്ത് വന്നിരിക്കുന്നു, പക്ഷെ സൂര്യയുടെ പ്രണയം പെട്ടെന്നൊന്നും പുറത്ത് വരില്ല കേട്ടോ. അപ്പോൾ ആ ഒരു വരുന്നൊരു സീനുണ്ട്, ഇവരുടെ കെട്ടിപ്പിടുത്തവും പൊട്ടിക്കരച്ചിലും ഉമ്മവെക്കലൊക്കെ വരുന്നൊരു സീനുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ പറയാവേ. എന്തായാലും 1 മാസം കഴിയും ആ ഒരു എപ്പിസോഡ് വരാനേ.